ഗുണ്ടായിസം. കണ്ണൂരിലെ റസീനയുടെ ദാരുണാന്ത്യം. കണ്ണൂരിലെ സദാചാര ഗുണ്ടായിസത്തിന്റെ പേരിൽ റസീന എന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. റസീനയുടെ ആത്മഹത്യയെക്കുറിച്ച് കണ്ടെടുത്തതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് അറിയിച്ചു. ഈ കുറിപ്പ് കേസിന്റെ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. റസീന മൻസിലിൽ റസീനയെയാണ് സ്വന്തം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ ഒരു സുഹൃത്തുമായി സംസാരിച്ചു ഇരിക്കുമ്പോൾ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയതായി റസീന വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘം യുവതിയുടെയും സുഹൃത്തിന്റെയും കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പോലീസ് ഈ ഫോണുകൾ പ്രതികളിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. അറസ്റ്റിലായവരിൽ ഒരാൾ റസീനയുടെ അടുത്ത ബന്ധുവാണെന്നും പോലീസ് അറിയിച്ചു. മരിച്ച റസീനയുടെ മാതാവ് റസീനയുടെ സുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും പണവും സ്വർണവും കാണാനില്ലെന്നും ആരോപിച്ചിരുന്നു. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരമൊരു പരാമർശമില്ലെന്ന് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി. സാമ്പത്തികപരമായ എന്തെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിൽ നിന്നുണ്ടെങ്കിൽ അത് വിശദമായി അന്വേഷിക്കുമെന്നും എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറമ്പായി സ്വദേശിയായ MC മൻസിലിൽ മുബഷിർ, അതുപോലെ തന്നെ ഫൈസൽ, റഫ്സാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായവർ SDPI പ്രവർത്തകരാണെന്നും പോലീസ് അറിയിച്ചു. സംഭവ ദിവസം, അതായത് ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ കായലോട് അച്ചങ്കര പള്ളിക്കടുത്ത് കാറിനരികിൽ റസീന സുഹൃത്തുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ഈ സമയം അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ള സംഘം അവിടെയെത്തി റസീനയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. റസീനയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം സംഘം മയ്യിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും 5 മണിക്കൂറോളം അടച്ചുവെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത ശേഷം രാത്രി 8:30 പറമ്പായിലെ SDPI ഓഫീസിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് റസീനയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ ഓഫീസിൽ വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവതിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. ഈ സംഭവങ്ങളെല്ലാം റസീനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം.